ഹായ് ഫ്രണ്ട്സ്, ഓട്ടോ ഡിലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് 24-25 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഹോണ്ടയുടെ ഡീസൽ വാഹനമായ ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ ഹോണ്ട സിറ്റിയുടെ ഒരു എപ്പിസോഡ് പരിചയപ്പെടുന്നതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാഹനത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അവർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമന്റും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സഹകരിക്കുന്ന വിശ്വാസത്തോടെ തുടങ്ങുകയാണ്. ഇത് 2014 മോഡൽ വണ്ടിയാണ്, ഡീസലാണ്. പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് അടിപൊളി DRL ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്ന രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാണ്. മേജർ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഹോണ്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ എഞ്ചിനാണ്. നിങ്ങൾക്കറിയാലോ, മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേഗം കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും വരാത്ത ഒരുപാട് കാലം നിലനിൽക്കുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുള്ള വണ്ടികളാണ് ഹോണ്ടയുടെ വാഹനങ്ങളായിട്ട് വരാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ബ്ലാക്ക് കളറാട്ടോ വണ്ടി. ഇത് റീ രജിസ്ട്രേഷൻ ആണ്, പക്ഷേ വണ്ടി കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 1,08,000 ഓടിക്കാണുന്നത്. ടയറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിലെ ടയറും പുറകിലെ ടയറൊക്കെ ഒരു 80-70% ഓടാതെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോവിയിലൊക്കെ വരുന്നുണ്ട്. ഹോണ്ടയുടെ എംബ്ലൊക്കെ വെച്ചിട്ടുള്ള അലോവിയിലാണ് വരുന്നത്. പിന്നെ ഫോൾഡബിൾ സൈഡ് മിററാണ് വാഹനത്തിന് വരുന്നത്. റെഡ് കളറിലാണ് വണ്ടി ഉള്ളത്. സൺറൂഫ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. കാരണം ഇത് VX ഓപ്ഷനാണ്, ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. പിന്നെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഡീസെന്റിലാണുള്ളത്. കാരണം മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരാത്തൊരു വണ്ടി കേട്ടോ. അതിന്റെ പുറകിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്. പുറകിൽ വൈപ്പർ കാര്യങ്ങളൊന്നും വരില്ല. റിവേഴ്സ് ക്യാമറ വരും. പിന്നെ അതേപോലെ നമ്മൾ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ളൊരു വാഹനമാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട്. സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ പുറകിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടെയിൽ ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ മറ്റു സൈഡൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിലാണുള്ളത്. ഇനി ഇന്റീരിയർ നോക്കാം. ഇന്റീരിയറിൽ പുറകിലേക്ക് AC വിൻഡോ വരുന്നുണ്ട്. നല്ല വലുപ്പമുള്ള ലെഗ് റൂം വരുന്നുണ്ട്. പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളത്. ആംറസ്റ്റ് വരുന്നുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ പവർ വിൻഡോയുടെ ബട്ടൺ, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സൈഡ് മിറർ, മാനുവൽ ഗിയർ ബോക്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നൊരു അടിപൊളി വാഹനമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. 2014 മോഡലിലാണ് വണ്ടി വന്നിട്ടുള്ളത്. 2029 വരെ റിന്യൂവൽ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. 1,08,000 ഓടി കാണുന്നത്. ഡീസലാണ്. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു വണ്ടി ഉള്ളത് മലപ്പുറത്താണുള്ളത്. മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നാലും മച്ചിങ്ങിൽ ഡിലക്സ് മോട്ടോഴ്സിലാണ് വാഹനം ഉള്ളത്. ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി. താഴേക്കാണ് നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി. വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഫോട്ടോസൊക്കെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഇതുകൂടാതെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു യാർഡിലുണ്ട്. അപ്പോൾ ഏത് വാഹനത്തെ കുറിച്ച് അറിയാനും ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.